ടെക്നോളജിയുടെ കാര്യം അല്ലെങ്കിൽ വാർ ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ അനലിസ്റ്റുകൾ പൊതുവെ എടുത്തു പറയാറുള്ള ഒരു പേരാണ് ഇസ്രായേൽ. അതായത് നമുക്കറിയാം, വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും ഇന്നോവേറ്റീവുമായിട്ടുള്ള ധാരാളം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. പ്രത്യേകിച്ചും റഡാറുകൾ അല്ലെങ്കിൽ എയർലി വാർണിംഗ് സിസ്റ്റങ്ങൾ, മിസൈലുകൾ, ഈ മേഖലയിലൊക്കെ ഇസ്രായേലിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇങ്ങനെ വാർ ടെക്നോളജിയിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നടന്നു വരുന്ന സംഘർഷങ്ങൾ. അപ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിലേക്കും അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയങ്ങളിലെ നാളുകളിലേക്കും ഒന്നും ഞാൻ പോകുന്നില്ല. അതൊന്നും ഈ വീഡിയോയുടെ വിഷയമല്ല. ഇനി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വെറുതെ യൂട്യൂബിൽ ഈ വിഷയങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ മലയാളത്തിൽ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ, അതായത് വളരെ ആധികാരികവും നിഷ്പക്ഷവുമായി ചെയ്തിരിക്കുന്ന ധാരാളം വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സംഘർഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അത്തരം വീഡിയോകൾ കണ്ടാൽ മാത്രം മതി. നമ്മുടെ വിഷയം വാർ ടെക്നോളജിയാണ്, ഇസ്രായേലിൻ്റെ വാർ ടെക്നോളജി. അപ്പോൾ ഇസ്രായേലിൻ്റെ വാർ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ നാൾ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2001 ശേഷം പാലസ്തീൻ ഇസ്രായേലിന് മേലുള്ള റോക്കറ്റ് ആക്രമണം വളരെ ശക്തമാക്കി. അതായത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വഴി ഈ റോക്കറ്റുകളാണെന്ന് പാലസ്തീൻ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും. ഏതായാലും ഇവർ ഈ റോക്കറ്റ് ആക്രമണങ്ങൾ 2001 ശേഷം വളരെ ശക്തമാക്കുന്നു. അപ്പോൾ റോക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജികളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റോക്കറ്റ് സയൻസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പലസ്തീൻ്റെ റോക്കറ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കിന് ഇത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള റോക്കറ്റുകളാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. പലസ്തീൻ പോരാളികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചത് വളരെ ക്രൂഡ് മെത്തേഡിൽ നിർമ്മിച്ചതും എന്നാൽ എഫക്റ്റീവുമായിട്ടുള്ള ക്വാസാം റോക്കറ്റുകളാണ്. ക്വാസാം റോക്കറ്റുകൾ, ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ വലിയ റോക്കറ്റാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇത് വളരെ ക്രൂഡായിട്ടുള്ള റോക്കറ്റുകളാണ്. അത് ഈ റോക്കറ്റ് നിർമ്മിക്കുക വളരെ സിമ്പിളാണ്. 2 മീറ്റർ നീളമുള്ള ഒരു ലോഹ പൈപ്പ്, 2 മീറ്റർ നീളവും ഒരു 10 സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള ഒരു ലോഹ പൈപ്പ്, ഇരുമ്പ് പൈപ്പോ അലൂമിനിയം പൈപ്പോ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ വെടിമരുന്നും അതുപോലുള്ള പല എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസുകളും കൂട്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു മിശ്രിതം, അതാണ് ഇതിൻ്റെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇതങ്ങോട്ട് നിറയ്ക്കുക. ഇതിൻ്റെ അറ്റത്തേക്ക് വാർഹെഡ് എന്ന് വിളിക്കാൻ പറ്റുന്നൊരു സാധനം ഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ സ്പോട്ട് വെൽഡ് ചെയ്ത് ഈ വെടിമരുന്ന് നടത്തിയ ഇരുമ്പ് ട്യൂബിന് ഒരു റോക്കറ്റിൻ്റെ രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തന്നെയുമല്ല ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗൈഡൻസ് സിസ്റ്റമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഘടിപ്പിക്കുന്നില്ല. ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, ഇത് പറക്കുമ്പോൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ടെയിൽ എൻഡിലൊക്കെ ആയിട്ട് ഇരുമ്പ് ഫിന്നുകൾ, ചിറക് പോലുള്ള സാധനങ്ങൾ വെൽഡ് ചെയ്ത് ഘടിപ്പിക്കും. ഇത്രയും ചെയ്തുണ്ടാക്കുന്ന ഈ ഇരുമ്പ് റോക്കറ്റിനെ എവിടെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം ലക്ഷ്യമാക്കി വെറുതെ അങ്ങോട്ട് എയിം ചെയ്ത് ശരശരവെന്ന് അങ്ങ് ഫയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ അത്രയും സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ റോക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചിലവുള്ള കാര്യമൊന്നുമില്ല. മാക്സിമം ഒരു 10-20,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് $300 അല്ല $400 മുടക്കി കഴിഞ്ഞാൽ ഈ റോക്കറ്റ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ കെമിക്കൽ ഫോർമുലയൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ 2001 ശേഷം ഇസ്രായേലിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളെയും, അതായത് ടെല്ലവീവ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന നഗരങ്ങളെയും ഈ റോക്കറ്റുകൾ ഉപയോഗിച്ച് പലസ്തീൻ പോരാളികൾ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോക്കറ്റ് ആക്രമണം മൂലം ഇസ്രായേലിൽ വൻതോതിലുള്ള നാശനാശം ഉണ്ടായിട്ടുണ്ട്, ആൾനാശം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഈ റോക്കറ്റ് ആക്രമണം ഇസ്രായേലി ജനതയുടെ ഉറക്കം കെടുത്തി അവരുടെ മനസമാധാനം ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതായത് ഏത് സമയവും ആകാശത്തു നിന്ന് തീമഴ പോലെ റോക്കറ്റുകൾ വരാനുള്ള സാധ്യത ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായി ഇസ്രായേലി ജനതയുടെ മനസമാധാനം ഇല്ലാതായി. അവർക്ക് ആങ്സൈറ്റി ഡിസോർഡറും അല്ലെങ്കിൽ പാനിക് അറ്റാക്കും തുടങ്ങിയ പലതരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനതയുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഏതാണ്ട് 2001 തൊട്ട് തന്നെ ഈ റോക്കറ്റ് ആക്രമണങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരുന്നു. ആദ്യം ഒരു എയർലി വാർണിംഗ് റഡാറുകൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് വാർണിംഗ് കൊടുത്ത് ജനങ്ങളെ അലേർട്ടാക്കുകയാണ് ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഫലപ്രദമാണോ അല്ലയോ എന്നുള്ളതല്ല, അതൊരു എഫക്റ്റീവ് മെത്തേഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഈ റോക്കറ്റുകളെ ഡയറക്റ്റ് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു മാർഗം ഇസ്രായേലിന് ആവശ്യമായി വന്നു. അങ്ങനെയാണ് 2006 ആയപ്പോൾ ഇസ്രായേലിലെ റഫാൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെയാണ് 2011 ആയപ്പോൾ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം നിർമ്മിച്ചു. അതിനെ അവർ അയൺ ഡോം എന്ന് വിളിച്ചു. അത് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഏറ്റവും എഫക്റ്റീവായ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ ഒരെണ്ണമാണ് നമ്മുടെ ഈ അയൺ ഡോം. ഏറ്റവും മികച്ചതെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും എഫക്റ്റീവായതും ഏറ്റവും അധികം പണിയെടുക്കുന്നതുമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം. അതുകൊണ്ടാണ് അയൺ ഡോം ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അപ്പോൾ ഇതിന് ആദ്യം കൊടുത്ത പേര് അയൺ ഡോം എന്നല്ല, ആൻറ്റി ക്വാസാം എന്നാണ്. അതായത് ക്വാസാം റോക്കറ്റുകളാണല്ലോ ഈ പലസ്തീനുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നത്. അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സിസ്റ്റം എന്ന നിലയിൽ ആൻറ്റി ക്വാസാം എന്നാണ് ഇതിന് ആദ്യം കൊടുത്ത പേര്. പിന്നീട് ഇതിൻ്റെ പേര് ഗോൾഡൻ ഡോം എന്നൊക്കെ മാറ്റാനൊരു ശ്രമമൊക്കെ നടന്നു. പക്ഷേ ഗോൾഡിനേക്കാളും കരുത്തും ഉറപ്പും ഒക്കെ ഉള്ളത് ഇരുമ്പിനായതുകൊണ്ട് ഒടുവിൽ ആ പേര് അയൺ ഡോം എന്നാക്കി മാറ്റുകയായിരുന്നു. അതായത് അയൺ ഡോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2011 ഏപ്രിൽ 7 ഗാസയിൽ നിന്നും പറന്നു വന്ന ഒരു റോക്കറ്റിനെ
വളരെ എഫക്റ്റീവായി പ്രതിരോധിച്ചുകൊണ്ട് അയൺ ഡോം താൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അല്ലെ തൻ്റെ വരവ് ലോകത്തിനെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അയൺ ഡോം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എയർ ഡിഫൻസ് സിസ്റ്റം എന്താണെന്നും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണെന്നും ഒക്കെ ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജനാലകളുടെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ജനാലകൾ എന്താണെന്നുള്ള കാര്യം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പലപ്പോഴായിട്ട് എഴുതിയ കഥകളുടെ ഒരു കളക്ഷനാണ് ജനാലകൾ. നിങ്ങൾ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ജനാലകളിലെ ഓരോ കഥകളും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ജനാലകൾ ആമസോണിൽ അവൈലബിൾ ആണ്. വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഒരു 190 രൂപ മുടക്കി ഈ ജനാലകൾ എന്ന് പറയുന്ന പുസ്തകം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളോട് ഇത്രയധികം കഥകൾ പറഞ്ഞു തന്നു, ഇപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരോട് മാത്രമാണ് ഈ അഭ്യർത്ഥന. ഈ പുസ്തകം, ഈ ജനാലകൾ എന്ന് പറയുന്ന പുസ്തകം ആമസോണിൽ ഔട്ട് ഓഫ് സ്റ്റോക്കായി മാറുന്നിടം വരെ ഈ അഭ്യർത്ഥന ഞാൻ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ അയൺ ഡോം എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്? ഒരു അർദ്ധഗോളാകൃതിയെയാണ് നമ്മൾ ഡോം എന്ന് പൊതുവെ വിളിക്കുന്നത്. അതായത് ഒരു താഴികക്കുടം, അല്ലെ ഒരു മകുടം, അല്ലെ എൻ്റെ തല, ഇതൊക്കെ ഒരു ഡോമാണ്. അപ്പോൾ അയൺ ഡോം എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്ന ഇസ്രായേലിൻ്റെ മുകളിൽ കമഴ്ത്തി വെച്ചിരിക്കുന്ന, അല്ലെ ഇസ്രായേലിൻ്റെ മുകളിൽ ചൂടി പിടിച്ചിരിക്കുന്ന ഒരു കുട പോലെയുള്ള എന്തോ ഒരു സാധനമാണെന്നാണ്. അതായത് റോക്കറ്റുകളിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുട. ആലങ്കാരികമായിട്ട് നമുക്കതിനെ അങ്ങനെ പറയാമെങ്കിലും ഇത് ബേസിക്കലി ഒരു ഓൾ വെതർ മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഏത് കാലാവസ്ഥയിലും റോക്കറ്റുകളോ അതുപോലുള്ള ആർട്ടിലറി ഷെല്ലുകളോ വന്നു കഴിഞ്ഞാൽ അതിനെ എഫക്റ്റീവായിട്ട് തടയാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം. ഇതിൻ്റെ പരിധി 4 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രതിരോധിക്കുന്ന ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളെയും ആർട്ടിലറി ഷെല്ലുകളെയാണ്. അതായത് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ത്രെട്ടുള്ള ക്വാസാൻ റോക്കറ്റുകൾ പോലെയുള്ള കാര്യങ്ങളെ എഫക്റ്റീവായിട്ട് തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രഥമമായ കർത്തവ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലി ഭംഗിയായിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന രീതി അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏതൊരു എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു സാം സിസ്റ്റവും പോലെയുള്ള ഒരു ഓപ്പറേഷണൽ മെത്തേഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ബേസിക്കലി ഈ അയൺ ഡോം എന്ന് പറയുന്ന സംഭവത്തിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഒരു റഡാറുണ്ട്, അതുപോലെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരു മിസൈൽ ഫയറിംഗ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിറ്റക്ഷൻ ആൻഡ് ട്രാക്കിംഗ് റഡാറാണ്. ഈ റഡാറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന മിസൈലുകളെ ഡിറ്റക്റ്റ് ചെയ്ത മിസൈലുകളുടെ പാത്ത് ട്രാക്ക് ചെയ്യുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഇസ്രായേൽ റഡാർ ടെക്നോളജി ജെയിൻ്റ് ആയിട്ടുള്ള എൽട്ട ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ബേസിക്കലി ഒരു 3D AES റഡാറാണ്. AES എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ. ഇതാണ് AES റഡാർ. ഒരു 3 ഡയമെൻഷണൽ AES റഡാറാണ് ഈ സംഭവം. പക്ഷേ ഇത് കൃത്യമായി ഏത് റഡാറാണ്, അതിൻ്റെ കൃത്യമായ സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ള കാര്യമൊന്നും ആരും എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല. അത് എക്സ്ട്രീംലി സീക്രട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. പൊതുവെ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് എൽട്ടയുടെ തന്നെ ELM 2084 എന്ന് പറയുന്ന റഡാറിൻ്റെ ഒരു സ്കെയിൽഡ് അപ്പ് വേർഷനാണ് ഈ അയൺ ഡോമിലെ ഉപയോഗിക്കുന്ന റഡാർ എന്നാണ് പൊതുവെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിലപ്പുറത്തേക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞ അയൺ ഡോമിൻ്റെ രണ്ടാമത്തെ പാർട്ടെന്ന് പറഞ്ഞാൽ ബാറ്റിൽ മാനേജ്മെൻറ്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ സെൻ്ററാണ്, BMC സെൻറ്റർ. ഇത് ബേസിക്കലി ഒരു കൺട്രോൾ സെൻ്ററാണ്. നമുക്കതിലേക്ക് വരാം. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മിസൈൽ ഫയറിംഗ് യൂണിറ്റ് ആണ്. ഇതാണ് അയൺ ഡോമിൻ്റെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള പാർട്ട്. ഈ മിസൈൽ യൂണിറ്റിൽ നിന്ന് മിസൈൽ അയച്ചാണ് അയൺ ഡോം ഈ വരുന്ന റോക്കറ്റുകളെ എലിമിനേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി അയൺ ഡോമിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ എന്ന് പറഞ്ഞാൽ തമീർ മിസൈലാണ്. തമീർ മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈലി മെനുവറബിൾ സർഫസ് ടു എയർ മിസൈലുകളാണ്. അപ്പോൾ ടിപ്പിക്കൽ അയൺ ഡോം ബാറ്ററിയിൽ 3 മുതൽ 4 വരെ മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ടാവും. ഈ ഓരോ മിസൈൽ ലോഞ്ചേഴ്സിലും 20 മിസൈലുകൾ ഉണ്ടാവും. ഇനി ഈ സംഭവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. അതായത് ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ലക്ഷ്യമാക്കി, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നഗരത്തിലെ ഒരു പർട്ടിക്കുലർ സ്പോട്ടിനെ ലക്ഷ്യമാക്കി ഒരു 30 ക്വാസാം റോക്കറ്റുകൾ അയക്കുകയാണെന്ന് വിചാരിക്കുക. ഈ വരുന്ന 30 ക്വാസാം റോക്കറ്റുകളും ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറേ എണ്ണം ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാം, ബാക്കി കുറേ എണ്ണം വെളിം പ്രദേശത്തേക്ക് കൊണ്ടെങ്കിലും പറന്നു പോകാം. അതുകൊണ്ട് തന്നെ അയൺ ഡോം ഈ വരുന്ന എല്ലാ റോക്കറ്റുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ അയൺ ഡോമിൻ്റെ റഡാർ ഈ വരുന്ന റോക്കറ്റുകളെ ഡിറ്റക്ട് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ പാത്ത് ട്രാക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ അയൺ ഡോമിന് മനസ്സിലാവും ഈ വരുന്ന മിസൈലുകളിൽ എത്ര എണ്ണം ജനപ്പാർപ്പുള്ള അല്ലെ തന്ത്രപ്രധാനമായ മേഖലകളെ പോയി ഹിറ്റ് ചെയ്യും, എത്ര എണ്ണം വെളിം പ്രദേശത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ വെളിം പ്രദേശത്തേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന റോക്കറ്റുകളെല്ലാം അയൺ ഡോം അങ്ങ് വെറുതെ വിട്ടേക്കും. അവന്മാർ പോയി എവിടെയെങ്കിലും വീഴട്ടെ എന്നുള്ള രീതിയിൽ വെറുതെ വിട്ടേക്കും. ത്രെട്ടായിട്ട് മനുഷ്യവാസ മേഖലകളിലേക്ക് പറന്നു വരുന്ന റോക്കറ്റുകളെ മാത്രം പിൻ പോയിന്റ് ചെയ്യുകയും അവയ്ക്കും നേരെ ഈ തമീർ മിസൈലുകൾ തൊടുത്തു വിടുകയാണ് അയൺ ഡോം ചെയ്യാറുള്ളത്. അപ്പോൾ ഏതൊക്കെ റോക്കറ്റുകളെയാണ് ടാർഗറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഈ BMC സെൻ്ററാണ്. അതായത് ബാറ്റിൽ മാനേജ്മെൻറ്റ് ആൻഡ് വെപ്പൺ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്ന ആ യൂണിറ്റാണ് ഏതൊക്കെ റോക്കറ്റുകളെയാണ് മിസൈൽ അയച്ച് തകർക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ BMC സെൻറ്ററിൽ നിന്നും റോക്കറ്റ് ലോഞ്ചറിലേക്ക് കമാൻഡ് കൊടുക്കുന്നു. അതിന് പ്രകാരം റോക്കറ്റ് ലോഞ്ചറിൽ നിന്നും തമീർ മിസൈലുകൾ പറന്നുയരുന്നു. അപ്പോൾ ഒരു ടാർഗറ്റിനെ ലക്ഷ്യമാക്കിയിട്ട് 2 തമീർ മിസൈലുകളാണ് ഫയർ ചെയ്യുന്നത്. ഒരെണ്ണം മിസൈലും അടുത്ത് വെച്ച് ടാർഗറ്റ് തകർന്നു പോകണം. അപ്പോൾ ഇതേ ഒരു സിസ്റ്റം തന്നെയാണ് എല്ലാ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഫോളോ ചെയ്യുന്നത്.
ചിലപ്പോൾ ഇതിൻ്റെ യൂണിറ്റുകളുടെ എണ്ണത്തിലും അതിൻ്റെ ഒരു കോൺഫിഗറേഷനിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കും. എന്നിരുന്നാലും ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. അപ്പോൾ ഈ അയൺ ഡോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഹൈലി ആക്യുറേറ്റ് ആയിട്ടുള്ള ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2011 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ ഒരുപാട് തവണ ഇസ്രയേലിന് നേരെ ശക്തമായ രീതിയിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അയൺ ഡോം ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൺ ഡോമിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 90% ആണ്. അപ്പോൾ ഈ 90% സക്സസ് ഉള്ള 10% മിസ്സാകാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഈ 10% മിസ്സാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു അയൺ ഡോം മിസൈൽ ലോഞ്ചറിൽ 20 മിസൈലുകളാണ് ഒരു തവണ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 20 മിസൈലുകൾ ഫയർ ചെയ്ത് തീരുമ്പോൾ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. അവിടെ ഒരു ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ രണ്ടാമത് റീലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലോഞ്ചർ റീപ്ലേസ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ ദൈർഘ്യം വരുന്ന ഒരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഗ്യാപ്പാണ് അയൺ ഡോമിൻ്റെ ആ 10% ഫെയിലിയർ റേറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തെ മൊത്തത്തിൽ കവർ ചെയ്യാൻ ഒരൊറ്റ അയൺ ഡോം കൊണ്ട് സാധിക്കത്തില്ല. അയൺ ഡോമുകളുടെ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഇസ്രയേലിൽ ഉടനീളമുണ്ട്. വലിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഇസ്രയേൽ 2 അയൺ ഡോമുകളാണ് നിർമ്മിച്ചത്. അത് ഏറ്റവും തട്ടുള്ള ബർഷിബ പോലുള്ള 2 നഗരങ്ങളിൽ സ്ഥാപിക്കുന്നു. പിന്നെ അങ്ങോട്ട് പടിപടിയായി ഈ അയൺ ഡോമുകളുടെ എണ്ണം ഏതാണ്ട് 10ഓളം എത്തിക്കുകയായിരുന്നു. അപ്പം ആദ്യത്തെ 2 അയൺ ഡോമുകൾ മാത്രമാണ് ഇസ്രയേൽ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെയുള്ള 8 നിർമ്മിക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടെ അല്ല അമേരിക്കയിലാണ്. തന്നെയുമല്ല ഈ അയൺ ഡോമിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അമേരിക്ക ഇസ്രയേലിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും അയൺ ഡോമിൻ്റെ മെയിൻ്റെനൻസിനും അതിൻ്റെ ഓപ്പറേഷനും ഉള്ള ഫണ്ട് മുഴുവൻ നൽകുന്നത് അമേരിക്കയാണ്. അതായത് ഈ 2011 തൊട്ട് 2021 വരെയുള്ള കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് $1.6 ബില്യൺ അമേരിക്ക ഈ അയൺ ഡോമിൻ്റെ ഡെവലപ്മെൻറ്റിനും മെയിൻ്റെനൻസിനും വേണ്ടി മാത്രം നൽകിയിട്ടുള്ളത്. അത് തന്നെയല്ല 2022 $1 ബില്യൺ ഈ അയൺ ഡോമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇസ്രയേലിന് നൽകാൻ വേണ്ടി അമേരിക്ക മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഡോം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഒരെണ്ണമാണ്. അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് തന്നെ പറയാം. അതായത് അയൺ ഡോം അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ അയൺ ഡോമിന് ചില ഡ്രോബാക്ക് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് 20 മിസൈലുകൾ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേന് അയൺ ഡോമിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ചെറിയ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് മുതലെടുത്തുകൊണ്ട് വേണമെങ്കിൽ അറ്റാക്ക് നടത്താൻ സാധിക്കും. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2011 പാലസ്തീൻ അയച്ച 7 ക്വാസാൻ റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് കടന്നു വരികയാണ്. ഈ 7 റോക്കറ്റുകളിൽ 6 എണ്ണത്തിനെ അയൺ ഡോം ഇൻ്റർസെപ്റ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞു. പക്ഷേ ഒരെണ്ണം ലക്ഷ്യസ്ഥാനത്ത് ഹിറ്റ് ചെയ്ത്. ഇതോടെ പാലസ്തീൻ പോരാളികൾക്ക് മനസ്സിലായി മഴ പെയ്യുന്ന പോലെ തുരുതുര റോക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ ഈ അയൺ ഡോമിന് അതൊരു വലിയ വെല്ലുവിളിയാവുന്നു, വേണമെങ്കിൽ അയൺ ഡോം പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇവർക്ക് പിടികിട്ടുകയാണ്. അതേ തുടർന്ന് പാലസ്തീൻ ഇടതടവില്ലാതെ 100 കണക്കിന് റോക്കറ്റുകൾ ഒന്നിച്ച് അയക്കാൻ തുടങ്ങി. അപ്പം കാലം മുന്നോട്ട് പോകുന്നത് 2020 അല്ലെങ്കിൽ 2022 ഒക്കെ ആയപ്പോഴത്തേക്കിന് ഈ റോക്കറ്റ് ആക്രമണത്തിൻ്റെ തോത് വല്ലാതെ വർദ്ധിച്ചു എന്ന് മാത്രമല്ല ഈ ക്വാസാൻ റോക്കറ്റുകൾ ഗൈഡർ റോക്കറ്റുകളായിട്ട് അയക്കാൻ തുടങ്ങി. അതിൽ ഗൈഡൻസ് സിസ്റ്റങ്ങളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി. ഗൈഡൻസ് സിസ്റ്റങ്ങൾ ആഡ് ചെയ്തെന്ന് മാത്രമല്ല ഈ ക്വാസാൻ റോക്കറ്റുകൾക്കൊപ്പം കമക്കാസി ഡ്രോണുകൾ അതായത് സൂയിസൈഡൽ ഡ്രോണുകൾ കൂടി ഈ അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഗൈഡൻസ് സിസ്റ്റം വന്നു അല്ലെങ്കിൽ കമക്കാസി ഡ്രോണുകൾ വന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെയൊക്കെ ശക്തമായിട്ട് പ്രതിരോധിക്കാനുള്ള ശേഷി അയൺ ഡോമിനുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അയൺ ഡോം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സിസ്റ്റമാണ്. അയൺ ഡോം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് തന്നെ ഒരു $50 മില്യൺ വില വരും. ഈ $50 മില്യൺ മാത്രമല്ല ഇതിലുപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ തമീർ മിസൈലുകളുടെ വിലയെന്ന് പറഞ്ഞാൽ ഒരു മിസൈലിന് ഏണ്ട് $1 ലക്ഷം വില വരും. $1 ലക്ഷം എന്ന് പറയുമ്പോൾ ഏണ്ട് 80 ലക്ഷം രൂപയോളം വരും. അതായത് ഏകദേശം ഒരു $1 കോടി അടുത്താണ് ഒരു തമീർ മിസൈലിൻ്റെ വില. ഇങ്ങനെയുള്ള 2 തമീർ മിസൈൽ ഉപയോഗിച്ചാണ് പാലസ്തീൻ അയക്കുന്ന ഒരു ക്വാസാൻ റോക്കറ്റിനെ അയൺ ഡോം പ്രതിരോധിക്കുന്നത്. അപ്പോൾ ഇതിലും കോസ്റ്റ്ലി ആയിട്ടുള്ള പല വെപ്പൺ സിസ്റ്റങ്ങളും ഇന്ന് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന പല വെപ്പൺ സിസ്റ്റങ്ങൾക്കും ഇതിനേക്കാൾ പല മടങ്ങ് മുതൽ മുടക്കുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്തിനെയാണ് ഇത് പ്രതിരോധിക്കുന്നുള്ളതാണ്. അതായത് പാലസ്തീനിൽ നിന്നും വരുന്ന ഒരു ക്വാസാം റോക്കറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ മാക്സിമം വില എന്ന് പറഞ്ഞാൽ 20,000 മുതൽ 30,000 രൂപ വരെ മാത്രമാണ്. ഈ 20,000 രൂപ വിലയുള്ള ഒരു റോക്കറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അയൺ ഡോം $2 കോടി മുടക്കുന്നത്. അപ്പോൾ ശരിയാണ്, പൗരന്മാരുടെ ജീവനും സ്വത്തിനും എന്ത് വില കൊടുത്തും സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ഇത് നിരന്തരമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിലും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ പരിപാടി നടത്താൻ പറ്റിയെങ്കിൽ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു അയൺ ഡോം എന്ന് പറയുന്ന ഈ സിസ്റ്റം നിലനിൽക്കുന്നത് തന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അയൺ ഡോമിൻ്റെ കാര്യം മാത്രമല്ല, ഇസ്രയേലിൻ്റെ പല വെപ്പൺ ടെക്നോളജികൾക്കും പിന്നിലുള്ളത് അമേരിക്കയുടെ മണി പവർ തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഈ പരിപാടി കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു മികച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇതിനുള്ള പുതിയ സാങ്കേതികവിദ്യകൾ തേടാൻ ആരംഭിച്ചു. അങ്ങനെ 2022 ഏപ്രിലിൽ ഇസ്രായേൽ അയൺ ബീം എയർ ഡിഫൻസ് സിസ്റ്റം സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്ത വിവരം ലോകത്തെ അറിയിക്കുകയാണ്. ഈ സിസ്റ്റം ഉപയോഗിച്ച് റോക്കറ്റുകളെയും ഡ്രോണുകളെയും മാത്രമല്ല ആൻറ്റി ടാങ്ക് മിസൈലുകളെ പോലും പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് അയൺ ബീം എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഇതൊരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റമാണ്. അത് നമുക്കറിയാം, ഇന്ന് പല രാജ്യങ്ങളും
ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പല രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇത്തരം വെപ്പണുകളുടെ ടെസ്റ്റിങ്ങിന് ആക്റ്റീവായിട്ട് നടത്തുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുമ്പോൾ ലോകത്ത് ആദ്യമായി സക്സസ്ഫുള്ളി പ്രയോഗിച്ച ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റമാണ് അയൺ ബീം. അത് ചില വീഡിയോകളിൽ വാദത്തിനായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ അയൺ ബീം വരുന്നതിന് മുമ്പ് തന്നെ ടർക്കി 2019 കോമ്പാറ്റ് ലേസർ ഉപയോഗിച്ചൊരു ഡ്രോണ് തകർക്കുകയുണ്ടായി. പക്ഷേ ഇത് സംബന്ധിച്ചൊരു കൃത്യമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അയൺ ബീമാണ് ഈ കാര്യത്തിൽ ഒന്നാമൻ. അപ്പോൾ അയൺ ബീം എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കലി ഇതൊരു ലേസർ എമിറ്ററാണ്. ലേസർ എമിറ്റർ എന്ന് പറയുമ്പോൾ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിക്കുന്ന ആ ലേസർ ബീം ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ഹൈ വോൾട്ടേജ്, അതായത് 100 കിലോവാട്ടിന് മേൽ പവറുള്ള ഒരു സോളിഡ് സ്റ്റേറ്റ് ലേസർ സിസ്റ്റമാണ്. അപ്പോൾ അയൺ ബീമിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയൺ ഡോം ഉപയോഗിച്ച് ഒരു റോക്കറ്റിനെ പ്രതിരോധിക്കണമെങ്കിൽ 2 കോടി രൂപ അടുത്ത് വേണം. പക്ഷേ അയൺ ബീമിന് ഈ കാര്യം വെറും 300 രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും. അയൺ ബീം എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി ഒരു ഹൈ വോൾട്ടേജ് ലേസർ അടിക്കുന്ന ടോർച്ചാണ്. ഇത് പ്രവർത്തിക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഇലക്ട്രിസിറ്റി മാത്രമാണ്. പ്രത്യേകിച്ച് വെടിമരുന്നോ മിസൈലോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അയൺ ബീമിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്റർ മാത്രമാണ്. അപ്പോൾ ഈ 7 കിലോമീറ്റർ മാത്രമേ ഇതിന് റേഞ്ച് ഉള്ളതെന്ന് വെച്ചിട്ട് അത്ര കുറച്ചൊന്നും കാണണ്ട. അതായത് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള ഒരു മിസൈലിനും അയൺ ബീമിനേക്കാളും വേഗത്തിൽ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ശബ്ദത്തിനേക്കാൾ 100 ഇരട്ടിയോ 200 ഇരട്ടിയോ അല്ലെങ്കിൽ 500 ഇരട്ടിയോ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈൽ വന്നാൽ പോലും അതിനേക്കാൾ പല മടങ്ങ് ഇരട്ടി വേഗത്തിൽ അയൺ ബീമിന് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അയൺ ബീമിൽ നിന്നും പുറപ്പെടുന്ന ലേസർ സഞ്ചരിക്കുന്നത് പ്രകാശ വേഗത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 7 കിലോമീറ്റർ എന്ന പരിധി അയൺ ബീമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കുറവല്ല എന്ന്. അപ്പോൾ ഈ അയൺ ബീം എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. തന്നെയുമല്ല ഇതൊരു ഇസ്രായേലിൻ്റെ ടോപ്പ് സീക്രട്ട് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസിനെ സംബന്ധിക്കുന്ന ജെനുവിൻ ഇൻഫർമേഷൻസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. അപ്പോൾ കാര്യം ഇത് വളരെ അഡ്വാൻസ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നൊക്കെ പറഞ്ഞാലും അയൺ ബീമിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ഇപ്പോഴും സാധിക്കത്തില്ല. കാരണം ഇതിനെക്കുറിച്ച് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലേസർ ബീം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെതർ പ്രൂഫ് സിസ്റ്റം ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഇസ്രായേൽ ഈ അയൺ ബീം സിസ്റ്റത്തെ അയൺ ഡോം ബാറ്ററികളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത രീതിയിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ, ഈ ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറയുന്ന മേഖലയിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ നടക്കുമ്പോൾ ഈ പറഞ്ഞ പരിമിതികളൊക്കെ തന്നെ പരിഹരിക്കപ്പെടും. പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് കടന്നു വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം എന്നതിലുപരിയായി മനുഷ്യൻ ഇതുവരെ പരിചയിച്ച എല്ലാ ആയോധന രീതികളെയും മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു ഡെവലപ്മെൻറ്റാണ് അയൺ ബീം. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയൺ ബീം അയൺ ഡോമിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അയൺ ഡോമിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി സിസ്റ്റമായിട്ട് മാത്രമേ നമുക്ക് അയൺ ബീമിനെ ഇപ്പോൾ കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. അത് പറഞ്ഞു വരുമ്പോൾ ഇപ്പോഴും പശ്ചിമേഷ്യയിൽ പേടി കൂടാതെ രാവുറങ്ങാൻ ഇസ്രയേലിന് അയൺ ഡോം എന്ന കുടയുടെ തണൽ കൂടിയേ തീരൂ. അപ്പോൾ ഇതാണ് ഇസ്രയേലിൻ്റെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എയർ ഡിഫൻസ് സിസ്റ്റമായ അയൺ ഡോം. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പേ നമ്മുടെ ജനാലകളുടെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജനാലകൾ ആമസോണിൽ അവൈലബിൾ ആണ്. വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിലെ കഥാകാരനെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ജനാലകൾ എന്ന് പറയുന്ന പുസ്തകം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.